Hi everyone, it's me Harsha and welcome back to our channel. Wedding series ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെഡിങ് സീരീസ് എന്ന് പറയുമ്പോൾ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ വെഡിങ് ഫംഗ്ഷൻസിൻ്റെ അങ്ങനത്തെ വീഡിയോസ് അല്ല, കുറച്ച് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഞാൻ ഈ ഒരു സീരീസിൽ ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ബിഫോർ മാരേജ് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിൻ കെയർ ടിപ്സ് ആണ് അറിയാൻ പോകുന്നത്. ബ്രൈഡൽ സ്കിൻ കെയർ ടിപ്സ് ആണ് അറിയാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ചില സ്ഥലത്ത് എൻഗേജ്മെൻറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മാരേജ് ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ചിലയിടത്ത് മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ ഒരു കണ്ടിന്യൂസ് ഡേയ്സിൽ ഒക്കെ ആയിട്ട് അങ്ങനെ ഫിനിഷ് ഓഫ് ചെയ്യും. നമുക്ക് എന്താണെങ്കിലും നമുക്ക് എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 1-2 മാസം മുന്നേ അറിയാൻ പറ്റും, അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ചെയ്യുന്നതിന് 1-2 മാസം മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം 1-2 മാസം മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്തിരിക്കണം. അതല്ല നിങ്ങൾ വിചാരിക്കുകയാണ് കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ മാരേജിൻ്റെ 1-2 ദിവസം മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ബിഗ് നോ. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുകയും ചെയ്യരുത്. 1-2 മന്ത്സ് മുന്നേ തന്നെ നിങ്ങൾ സ്കിൻ കെയർ നിങ്ങളുടെ ചെയ്ത് തുടങ്ങാം. ഓക്കെ, എല്ലാ സ്കിൻ കെയറും, ഹെയർ കെയർ, ബോഡി കെയർ എല്ലാം തന്നെ 1-2 മന്ത്സിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ഇത് ഒക്കെ ചെയ്തിരിക്കണം. അപ്പം 2-3 ദിവസം മുന്നേ തന്നെ നമുക്കെല്ലാം കവർ ചെയ്യാനും പറ്റത്തില്ല. സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ റിയാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമായിപ്പോയില്ല. അതുകൊണ്ട് തന്നെ 2-3 മാസം മുന്നേ തന്നെ നിങ്ങൾ ബ്രൈഡൽ എന്താ പറയുക, പ്രീ ബ്രൈഡൽസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഈസ് ഹെയർ കട്ട് ആൻഡ് ഹെയർ കളർ. നൗ ഈ ഒരു സംഭവം ഹെയർ കളർ അല്ലെങ്കിൽ ഹെയർ കട്ട് നിങ്ങൾ ഒരു 2-3 മന്ത്സ് മുന്നേ തന്നെ ചെയ്യാം. കാരണം നമ്മൾ ഹെയർ കളർ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഹെയർ കട്ട് ചെയ്തു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ ഒരു കല്യാണത്തിന് തൊട്ട് മുന്നേ തന്നെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ്. ഒന്നാമതേ നമ്മൾ ഭയങ്കര ഇമോഷണൽ ഒരു ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നമുക്ക് നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണ്, പേരൻസിൽ നിന്ന് മാറാൻ പോവാണ്, വീട് കാര്യങ്ങളൊക്കെ മാറാൻ പോവാണ്, ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ലൈഫിലോട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനത്തെയൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഹെയർ കളറിൻ്റെ പ്രശ്നവും കൂടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെയർ കട്ടിൻ്റെ പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരു 2-3 അല്ലെങ്കിൽ 4-5 മന്ത്സ് മുന്നേ തന്നെ നമ്മൾ ഹെയർ കട്ട് പ്ലാൻ ചെയ്യുക, ഹെയർ കളർ ഏതാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക. അതല്ല ശരിയായില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ടൈമും കിട്ടും. അതുകൊണ്ട് തന്നെ ഹെയർ കട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഹെയർ കട്ട് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ നമുക്ക് ആ ഒരു കല്യാണത്തിന് കുറച്ച് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതിയായിരിക്കും. മനസ്സിലായോ? ഓൾ ടുഗെദർ ഒരു ന്യൂ ആയിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ നമുക്ക് റീടച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടച്ചപ്പ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു സെയിം പാർലറിൽ തന്നെ പോയിട്ട് നമുക്ക് ടച്ചപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെയർ കട്ട് ആൻഡ് ഹെയർ കളർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4-5 മന്ത്സ് പ്രയർ ടു മാരേജ് നിങ്ങൾ ചെയ്ത് വെക്കാം. സെക്കൻഡ് ടിപ്പ്, ബീങ് ഇൻ ഷേപ്പ്. എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കല്യാണം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, യെസ് ടു വെയർ ദിസ് ഓൺ മൈ വെഡിങ് ഡേ അല്ലേ. അതായത് ഇപ്പോൾ സാരി ആണെങ്കിൽ അങ്ങനെ, ലെഹങ്ക ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് എനിക്ക് പ്രോപ്പർ ഒരു മൈൻഡ് സെറ്റ് ആണ് ദാറ്റ് യെസ് ഐ വോണ്ട് ടു വെയർ എ റെഡ് സാരി, അത്രേ ഉള്ളൂ, സിൽക്ക് സാരി. അതായിരുന്നു, വേറെ ഒരു കളറും ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ടുണ്ടായില്ല. വെറുതെ ബ്രൈഡ് എന്ന് പറയുമ്പോൾ യെസ് നമുക്ക് ചേഞ്ചസ് ഒബ്വിയസ്ലി നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രൈഡ് എന്ന് പറയുമ്പോൾ ഒരു റെഡ്, പക്ഷേ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു തോട്ട് മാറ്റുകയും ചെയ്യട്ടെ. ഇപ്പോൾ പേസ്റ്റൽസും പിങ്കും ഒക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് വിഷയമല്ല. ബട്ട് അതല്ല നമ്മുടെ വിഷയം മീൻസ് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തേക്കുന്നത് ഫോർ യുവർ വെഡിങ്, ഫോർ യുവർ ബിഗ് ഡേ. അപ്പം ആ ഒരു ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ പ്രോപ്പർ ഒരു ഭംഗി കിട്ടുമെങ്കിൽ യു മസ്റ്റ് ബി ഇൻ എ ഗുഡ് ഷേപ്പ്. അപ്പം ചിലവർക്ക് വണ്ണം കൂട്ടണം അല്ലേ, ചിലർക്ക് വണ്ണം കുറയ്ക്കണം അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കല്യാണത്തിന് ഒരു 4-5 മന്ത്സ് 6 മന്ത്സ് മുന്നേ ഒക്കെ തന്നെ 4-5 മന്ത്സ് മുന്നേ ഒക്കെ തന്നെ ഇതൊന്ന് പ്ലാൻ ചെയ്യാം. ദാറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഏതൊരു വേയിലൂടെയാണ് വണ്ണം കുറയ്ക്കാൻ പറ്റുക അല്ലെങ്കിൽ വണ്ണം കൂട്ടാൻ പറ്റുന്നത്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഒരു ഷേപ്പ് ഉള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും. ഓക്കെ, സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ യു മസ്റ്റ് ഈറ്റ് ഹെൽത്തി. നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഒരു പ്രോപ്പർ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക.
വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള പല സെഷൻസ്, പല വേസ് ഉണ്ട്. യോഗ ഉണ്ട്, സുംബ ഉണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജിം ജോയിൻ ചെയ്തിട്ട്, യോഗ ക്ലാസ് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ, സുംബ ക്ലാസ് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബിഗ് ഡേയിൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പം നിങ്ങൾ എന്താണോ സാരി ഉടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ലെഹങ്ക ഇട്ടേക്കുന്നത്, എന്താണ് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് നന്നായിട്ട് സൂട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റം എന്തെങ്കിലും വരുത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 4-5 months അല്ലെങ്കിൽ 2-3 months മുന്നേ തന്നെ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഹെയർ റിമൂവൽ. പ്രീ ബ്രൈഡൽസിൽ ചിലയിടത്ത് പാക്കേജ് ഉണ്ടാവും ഹെയർ റിമൂവൽ എന്നൊക്കെ ഉള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രൈഡ് ടു ബീസിന് ഹെയർ റിമൂവിങ് ഒബ്വിയസ്ലി നമ്മൾ ചെയ്യണമല്ലോ. നിങ്ങൾ ചെയ്യും, ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേസർ റിമൂവർ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി വാക്സിൻ ചെയ്യാം. ഫുൾ ബോഡി വാക്സിൻ ചെയ്യുകയാണെങ്കിലും 1 week മുന്നേ തന്നെ ചെയ്യുക. അതല്ല ലേസറിൻ്റെ നിങ്ങളൊരു ലേസർ ടെക്നിക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സിറ്റിങ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ 4-5 months മുന്നേ തന്നെ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്യുക. അവർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര സിറ്റിങ്സ്, എങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ വെഡിങ് ഡേ ഇന്നാണ്, അപ്പം അതിന് മുന്നേ ആയിട്ട് എത്ര സിറ്റിങ്സ് വേണം. അപ്പം അതൊക്കെ നിങ്ങൾ പ്രയർ ടു മാരേജ് 4-5 months മുന്നേ തന്നെ നിങ്ങളതൊക്കെ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഹെയർ റിമൂവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതല്ല നിങ്ങൾ ജസ്റ്റ് ഫുൾ ബോഡി വാക്സിൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതും ഒരു 1 week മുന്നേ തന്നെ ചെയ്യുക. കാരണം നമുക്ക് ഫുൾ ബോഡി വാക്സിൻ ചെയ്ത് കഴിയുമ്പോൾ ബംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മാറ്റാനായിട്ട്. കാരണം ആ ബംസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ശരീരത്ത് ബോഡിയിൽ റെഡ് ബംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങളുടെ വെഡിങ് ഡ്രസ്സും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ദിവസങ്ങൾ മുന്നേ തന്നെ നിങ്ങൾ ഈ ഹെയർ റിമൂവൽ പ്രോസസ്സിൻ്റെ കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്യാം. ഇനി നിങ്ങൾ മറക്കേണ്ടാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ലിപ്സ്. ഒബ്വിയസ്ലി മേക്കപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലിപ്സ് നല്ല പിങ്കി ലിപ്സ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റാണ് റോസ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിങ്ക് ലിപ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ലിപ്സ് ഡാർക്ക്നെസ് മാറ്റാനായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ലിപ്സ് നമ്മൾ ഒരിക്കലും മറക്കരുത്. നെക്സ്റ്റ് മെയിൻ പാർട്ട് നമ്മുടെ സ്കിൻ. കല്യാണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ സ്കിൻ എക്സ്പേർട്ടിനെ കാണാം. ഓക്കെ, ഇപ്പൊ എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷെ എൻ്റെ സിസ്റ്റർ കല്യാണത്തിന് ഒരു 6 months മുന്നേ തന്നെ ശരിക്കും എൻ്റെ ചേച്ചിക്ക് ശരിക്കും എന്താ പറയാ പിമ്പിൾസും കാര്യങ്ങളും ഭയങ്കര ഒരു ഫംഗസ് അലർജിയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ചേച്ചി 6 months മുന്നേ തന്നെ സ്കിൻ എക്സ്പേർട്ടിനെ കണ്ടു, അതായത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് സിറ്റിങ്സ് എടുത്തു, പ്രോപ്പർ സിറ്റിങ്സ് എടുത്ത് ആ ഒരു കല്യാണത്തിന് 1 മാസം മുന്നേ ആയപ്പോഴത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആയി. നല്ല ഭയങ്കര നാച്ചുറലായിട്ട് തിളങ്ങായിരുന്നു, ശരിക്കും ഗ്ലോ ചെയ്യായിരുന്നു എൻ്റെ ചേച്ചി. ആ ഒരു വെഡിങ് ഡേക്കൊക്കെ നാച്ചുറൽ ഗ്ലോ ആയിരുന്നു ചേച്ചിക്ക് ശരിക്കും വന്നിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4-5 months മുന്നേ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. ആൻഡ് നിങ്ങളുടെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എത്ര സിറ്റിങ്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സിറ്റിങ്സ് എടുത്തിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്നാലേ നിങ്ങളുടെ ആ ഒരു വെഡിങ് ഡേയുടെ അന്ന് മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഈസ് ന്യൂട്രീഷൻ. എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഉള്ളിലോട്ടും നല്ല നല്ല കാര്യങ്ങൾ പോകണം. അതുകൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കാം. ഗ്രീൻ വെജീസ്, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വെള്ളം കുടിക്കുക. ഓവറായിട്ട് വെള്ളം നിങ്ങൾ കുടിക്കരുത്. ജസ്റ്റ് എത്രയാണോ നിങ്ങൾക്ക് നീഡ് അത്രയും വെള്ളം കുടിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 8 glasses ഓഫ് വാട്ടർ ഡെയിലി കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടോക്സിൻസ്, നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ പോകും. നല്ല നല്ല കാര്യങ്ങൾ, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ കുറച്ച് മാസങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ലിപ്സിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യും, ആൻഡ് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഈ കുറച്ച് മാസങ്ങൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഈസ് യൂസിങ് SPF. മാരേജ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ തവണ പുറത്തോട്ട് പോകും. അതിന് നമ്മൾ അതിന് നിങ്ങൾ നോക്കിയിരിക്കില്ല, അതായിട്ട് വെയിൽ മാറട്ടെ അല്ലെങ്കിൽ ചൂട് മാറട്ടെ, ഇല്ല, ടൈം ഉള്ളപ്പോൾ നിങ്ങൾ ഇറങ്ങും.
പക്ഷെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ SPF ഇടാണ്ട് പുറത്ത് പോകരുത്. നമുക്ക് സൺസ്ക്രീൻ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹാൻഡി ആയിട്ട് തന്നെ നിങ്ങളുടെ ബാഗിൽ കരുതുക. കാരണം എപ്പോൾ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാൻ അപ്പോഴൊക്കെ നിങ്ങൾ റീഅപ്ലൈ ചെയ്യുക. ഈ SPF അല്ലെങ്കിൽ ഈ ഒരു സൺ റേസ് കൊണ്ട് നിങ്ങളുടെ സ്കിൻ ടോട്ടലി ഡാമേജ് ആവും ഈ ഒരു വെഡിങ് ഡേ ആകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ സലൂണിൽ പോകുന്നുണ്ട്, നിങ്ങളെല്ലാം നല്ല സ്കിൻ കെയറും എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് SPF ഇല്ലാണ്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്കിൻ ബേൺ ആയിട്ടിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വെഡിങ് ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും പുറത്തിറങ്ങുമ്പോൾ please do not forget to apply a good sunscreen. Next is salon sittings. Salon sittings എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ഉണ്ടാവും, മെനിക്യൂർ പെഡിക്യൂർ ഒക്കെ ഉണ്ടാവും. അതൊരു 2-3 സിറ്റിങ്സ് അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ. അപ്പോൾ ഈ 2-3 സിറ്റിങ്സ് എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 2-3 months വേണം അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 3 സിറ്റിങ്സ് എങ്കിലും നിങ്ങളൊരു ഫേഷ്യലിൻ്റെ അല്ലെങ്കിൽ മെനിക്യൂർ പെഡിക്യൂർ ബോഡി മസാജ് ഫേഷ്യൽ മസാജിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുന്നേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 3 സിറ്റിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലോ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വെഡിങ് ഡേയിൽ നമുക്ക് കാണാൻ പറ്റും. മെനിക്യൂർ പെഡിക്യൂർ ഫേഷ്യൽ മസാജ് ആൻഡ് ഫേഷ്യൽസ് അതൊക്കെ ശരിക്കും നമുക്ക് നമ്മുടെ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിൻ്റെ ടൈമിൽ നമുക്ക് ആ ഒരു നല്ല റിലാക്സേഷനും കൂടിയാണ് കേട്ടോ. അതും കൂടിയാണ് ഇതിന് പേർപ്പസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 സിറ്റിങ്സ് നിങ്ങൾ ബിഫോർ മാരേജ് എടുക്കാനായിട്ട് സലോണിൻ്റെ 2-3 സിറ്റിങ്സ് ബിഫോർ മാരേജ് നിങ്ങൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. കേസ് നിങ്ങൾക്ക് പറ്റിയില്ല, സലോൺ സിറ്റിങ്സ് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നെസസറി അല്ല ദാറ്റ് നിങ്ങൾ സലോണിൽ പോയിട്ട് തന്നെ എല്ലാം ചെയ്യണം. എന്നാൽ വീട്ടിൽ തന്നെ നമുക്ക് ഡീപ്പ് ക്ലെൻസിങ് ചെയ്യാം. മെനിക്യൂർ പെഡിക്യൂർ ഇപ്പോൾ എല്ലാത്തിനും കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഫേഷ്യലിൻ്റെ കിറ്റ് ഓൺലൈനിൽ കിട്ടും, എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടും. മെനിക്യൂർ കിറ്റ് കിട്ടും, പെഡിക്യൂർ കിറ്റ് കിട്ടും. അല്ല എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഏറ്റവും നല്ല ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് കടലമാവ്, തൈര്, മഞ്ഞൾപ്പൊടി, ഹണി ഒക്കെ ചേർത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ഹെയറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നാച്ചുറൽ ഹെയർ പാക്സ് ഉണ്ട്, മുട്ട, തൈര് അല്ലെങ്കിൽ താളി നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് ഹെയർ പാക്സ്, റിറ്റ പാക്ക്, ഷിക്കാക്ക പാക്ക്, അങ്ങനെ ഒരുപാട് പാക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ട്രൈ ചെയ്യുക. ബോഡിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നല്ല സ്ക്രബ് ചെയ്യുക, കോഫി സ്ക്രബ് ചെയ്യുക. പെഡിക്യൂർ ആണെങ്കിലും നമുക്ക് നമ്മൾ ഈ ഒരു കോഫി സ്ക്രബ് വെച്ചിട്ട് നമുക്ക് കാലും കൈയൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും. അപ്പം സലോൺ സിറ്റിങ്സ് പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കൊരു വീട് തന്നെ നമുക്കൊരു പാർലറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നെക്സ്റ്റ് ആൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡു നോട്ട് ട്രൈ എനിത്തിങ് ന്യൂ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണെന്നുള്ളതും നിങ്ങളുടെ സ്കിൻ എന്താ സൂട്ട് ചെയ്യുന്നതെന്നുള്ളതും എന്ത് പ്രോഡക്റ്റാണ് സൂട്ട് ചെയ്യുന്നതുള്ളതും. കല്യാണത്തിന് തൊട്ട് മുന്നേ തന്നെ ഒന്നും പുതിയതായിട്ട് ട്രൈ ചെയ്യരുത്. ഓക്കെ, അത് സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ സൂട്ട് ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. ഭയങ്കര ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സലോണിൽ പോയിട്ടല്ല ചെയ്യുന്നത്, എന്നിട്ട് വീട്ടിൽ തന്നെയാണ് നിങ്ങളെല്ലാം സ്കിൻ കെയർ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഡബിൾ ക്ലെൻസിങ്, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സീറം, അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യുക. പുതിയതായിട്ടൊന്നും ചിലപ്പോൾ നമുക്ക് റിയാക്ഷൻ ഉണ്ടായേക്കും. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാണ്ട് എന്താണോ നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ബ്രൈഡ് ടു ബീസിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്കിൻ കെയർ ടിപ്സ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻജോയ് ചെയ്യുക ഈ ഒരു ടൈം. നിങ്ങളുടെ കല്യാണത്തിന് കുറച്ച് മുന്നേ ഉള്ള ടൈം ഫാമിലിയായിട്ട് നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. യോഗ ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒട്ടും ടെൻഷൻ ആവണ്ട. ഐ നോ ടെൻഷൻസ് ഉണ്ടാവും, ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, ബട്ട് യു മസ്റ്റ് ഓവർകം ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ എല്ലാം ഓവർകം ചെയ്ത് നല്ല പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഈ ഒരു ടൈം പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഒരു മാരേജിൻ്റെ പ്രിപ്പറേഷൻസ്, മാരേജിൻ്റെ എല്ലാം മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം thoroughly എൻജോയ് ചെയ്യുക. ടെൻഷൻ ഉണ്ടാവും, ഒച്ചപാടും ബഹളവും ഒക്കെ ഉണ്ടാവും, പക്ഷേ അറ്റ് ദ എൻഡ് എല്ലാം ഒരു നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ മാത്രം എടുക്കുക. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊന്നും ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, എല്ലാവരും ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു ബ്രൈഡാണ്, നമുക്ക് ഒബ്വിയസ്ലി നമ്മളെ പാമ്പർ ചെയ്യാനായിട്ട് എല്ലാ റൈറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളെ പാമ്പർ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.